ക്രാബ് റോസ്റ്റ് അല്ലേ? കണ്ടാ 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 ഇതെല്ലാമേ എങ്കിൽ പോടാ പശുക്കിർക്ക. അയ്യോ അതിലും സുന്ദരി വേറൊരു സാധനം ജനിച്ചു. ഇങ്ങോട്ട് വായോ. ഇതൊക്കെ ഞാൻ വീഡിയോയിലാണ് കണ്ടിരുന്നത്. എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഒന്ന് കഴിഞ്ഞ് നല്ല ബുദ്ധിയിലാണ്, നല്ല സൗന്ദര്യമുള്ള ആളും കൂടി ചേർന്നിട്ടുണ്ടാവുന്നത് തനിമാണ്ടതായിരിക്കും. ഒരു വെറൈറ്റി സാലഡ് അല്ലേ? അതെ അതെ. ഇങ്ങനെ ഏത് സബ്സ്ക്രൈബ് ചെയ്യും? അതെ. അപ്പോൾ നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുകയാണ് ബിന്ദു ചേച്ചി. അപ്പം ആദ്യം 2 പീസ് ബ്രെഡ് കഴിച്ചിട്ട് ഇതൊരു പ്രത്യേക സ്പെഷ്യൽ ബ്രെഡാണ്. ഇന്ത്യൻ ബേക്കറി ഞാറക്കൽ, അവരുടെ പരസ്യം കൂടെ ആയിക്കോട്ടെ. ഭയങ്കര സോഫ്റ്റ് അത്. ഇത് കഴിച്ചിട്ട് പിന്നെ ചോറ് ഉണ്ണാം. ഡക്ക് റോസ്റ്റ്. ഇത് എനിക്ക് ഓർഡർ പോണത് ഡക്കിന്റെ പോവാറുണ്ട്. അച്ചിച്ചന്റെ ഫേവറേറ്റ് ആണ് ഡക്ക്. അതെ അതെ അതെ. ഉരുളക്കിഴങ്ങ് മറ്റേ എയർ ഫ്രയറിൽ പൊട്ടറ്റോ വെഡ്ജസ്. വൈപ്പിങ്ങരയിൽ വരുമ്പോ കരിമീൻ കൊടുക്കാതെ എങ്ങനെയാ വിടുക? നമ്മുടെ സ്പെഷ്യൽ സാധനം കരിമീൻ പൊള്ളിച്ചത്. ബീഫ് ഉണ്ട്. ബീഫ് കുറച്ച് കഴിച്ചാൽ മതി. എന്താ വെച്ചാ അല്ല, കുറച്ച് കഴിച്ചാൽ മതി, കുറച്ച് ഇട്ടാ മതി. ഞാൻ അത് കഴിക്കുമെന്നുള്ളത്. ഇത് കഴിക്കും. താറാവ് കഴിക്കാറില്ല അധികം. അല്ല, ഇത് കഴിച്ചോളും, നിങ്ങൾക്ക് ഇഷ്ടാവും. നല്ല താറാവ് കിട്ടും. ബോള് പോലത്തെ ഒരു കാല് ഇവിടെ ഉണ്ട്. ജഗ്ഗു എല്ലാം കഴിക്കും. ജഗ്ഗുവിനത് അങ്ങനെയൊന്നുമില്ല. അത് കഴിക്കും. നമ്മുടെ അവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം താറാവ്. അതാണ്, ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, സാജുവിനും ബസ്സും കിട്ടില്ല. ഇനി ബീഫ് ഇട്ട് തരാം. അതിൻ്റെ ഡക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഡക്ക് നല്ലതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഗ്രേവി ഒക്കെ നല്ല രസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ബീഫ് പിന്നെ ഞങ്ങൾ നേരത്തെ ടേസ്റ്റ് നോക്കിയിരുന്നു അല്ലേ? ഇതും അടിപൊളിയാണ്. ഞങ്ങളിത് കഴിക്കട്ടെ. ഇതൊക്കെ വിളമ്പിയല്ലേ എല്ലാം. ഇനി ചോറിടുമ്പോൾ മറ്റേ കറിയൊക്കെ എടുത്താൽ മതിയല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ചോറും കൂടി കഴിക്കും. അപ്പോൾ നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രാബ് റോസ്റ്റ്. ബിന്ദു ചേച്ചി ഇത്രയ്ക്ക് ഭയങ്കര പാചകക്കാരിയായിട്ട് ചേച്ചിയുടെ ഒരു റെസിപ്പി നമ്മൾ ചെയ്ത് കാണിക്കണ്ടേ? ചേച്ചി ചെയ്യണത് കാണിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഞാൻ ചെയ്യുന്നത് ലൈവ് കാണിക്കണം. അതെ, ജീവനുള്ള ഞണ്ടൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും. അപ്പം അതിൻ്റെ ക്രാബ് റോസ്റ്റ് അല്ലേ? അതും പിന്നെ കൈപ്പക്കായുടെ ഒരു സലാഡ്. അതെനിക്ക് മുന്നേ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാ. അതൊന്ന് ചെയ്ത് നോക്കിയോളൂ സരിതാ, നല്ല ടേസ്റ്റാണ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് രണ്ടും കാണിക്കും. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടാ. അതെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. നല്ല കാറ്റും മഴയും. അപ്പം നമ്മൾ ഈ വർക്ക് ഏരിയയിലേക്ക് വന്നേക്കാട്ടാ. ദേ നമ്മുടെ ജീവനോടെയുള്ള ഞണ്ട് ഇരിക്കുന്ന നോക്കിയേ. കണ്ടാ 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 ഞണ്ടാണ്. വെള്ളം ചോദിച്ചു കുഴപ്പമില്ല. ചരട് അഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ പിടിച്ച് തീർക്കുന്നു. ഞണ്ടിൻ്റെ ഇത് കെട്ടി കൊണ്ടുവരുള്ളൂ. ഇതിലേക്ക് ഇട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടേ ഇതാക്കാം. അപ്പോൾ ഇതിനാദ്യം കൊല്ലുന്ന കർമ്മമാണ് ചെയ്യാൻ പോണത്. അത് കാണിക്കുന്നില്ല. ഈ ബ്രഷ് പല്ല് തേക്കാനല്ല, ക്രാബ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബ്രഷാണിത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കില്ല ഈ സാധനം. ഇപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത്രേ. ഇതിങ്ങനെ ജീവനോടെ കൊണ്ടുകൊടുക്കാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ പോവാട്ടാ. ജീവനുള്ള ഞണ്ടിനെ വാങ്ങിക്കുള്ളൂ എല്ലാവരും. എല്ലാവരും അല്ലേ? കടൽ ഞണ്ട് മാത്രമേ ജീവനില്ലാത്ത വാങ്ങിക്കുള്ളൂ. ഈ പുഴ ഞണ്ട് ജീവനില്ലാത്ത ആരും മേടിക്കില്ല, വെള്ളമായി പോവും. അതെങ്ങനെയാ വെള്ളാവാ? ഇതിൻ്റെ ഉള്ളിൽ മാംസമൊന്നും ഉണ്ടാവില്ല. ചത്ത് കഴിഞ്ഞാൽ വെള്ളമായി മെൽറ്റായി പോവും. അങ്ങനെയാ. കടൽ ഞണ്ട് കുഴപ്പമില്ല, ഈ ഞണ്ട് അങ്ങനെയാ. ടേസ്റ്റ് ഒക്കെ കളയുന്നു അതിൻ്റെ. അത് കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പൊക്കിയിടണം. ഇങ്ങനെ എടുക്കും. അത് അഴുക്കാണോ? അത് ചിലത് നല്ലതുണ്ടാവുള്ളൂ, ചിലത് കൊള്ളില്ല.
എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളില്, ഒരു പ്രത്യേകതരം ജീവി. അതന്നെ. ഇതിന്റെ ഈ കയ്യും കാലൊന്നും എടുക്കില്ലല്ലോ, തലയിൽ കൊമ്പൊന്നും എടുക്കും. ചെറിയ കാലം എടുക്കില്ല, ചിലവര് കഴിക്കും. ഞാനൊക്കെ മുമ്പൊക്കെ കഴിക്കുമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. അത് കടിച്ചു പറിക്കാലോ. ഇതിന് വേണ്ടി വെച്ചേക്കണ സാധനങ്ങളാണ്. അത് മറ്റേ മരത്തിന്റെ ഇടീനുണ്ടായിരുന്നു, അതിന്റെ ഇതാണ് ഇത്. പക്ഷെ ഞാനിത് കണ്ട മീനടിക്കാനായിട്ട് ഇതിനൊക്കെ അടിക്കാൻ വേണ്ടി വെച്ചേക്കണം. പൊട്ടിച്ചിടുക വെച്ചിട്ടുണ്ടെങ്കിലേ എല്ലാം കയറിക്കോളും. ഇതിപ്പോൾ ശരിക്കും വേവാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാംസം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കണ്ട മീറ്റ് കണ്ട. അപ്പോൾ അത്രയും ഷെല്ല് നമുക്ക് പൊളിക്കാൻ നിൽക്കണ്ടല്ലോ, അല്ലെങ്കിൽ കടിച്ച് പറിക്കേണ്ടത്. ഭയങ്കര പാടാ കഴിക്കാൻ ക്രാബ്. പണിയെടുക്കണല്ലോ അത് കഴിക്കണമെങ്കിൽ. എനിക്ക് ചോറിനൂടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല, വെറുതെ തിന്നാനാണ് ഇഷ്ടം. ഇങ്ങനെ ഇട്ടേ മാംസം എടുത്താൽ മതി, മാംസം എടുത്ത് കഴിച്ചാൽ മതി. ആ കല്ലില്ലേ ഇടീൻ്റെ, ആ കല്ലിതാ. കുറച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ കഴിക്കുമ്പോൾ എളുപ്പമായി, ബാക്കി പണി നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ അടത്തി കറക്റ്റ് കിട്ടും. അതല്ലെങ്കിൽ പപ്പടം പോലെയായി പോവും. ചിലവരത് എടുക്കില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടേ മസാലയൊക്കെ തരേണ്ടത് കഴിക്കുമ്പോൾ ടേസ്റ്റാണ്, അതുകൊണ്ട് എടുക്കണതാണ്. ആവശ്യമില്ലാത്തവർ എടുക്കരുത്. ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റും, ക്ഷമയില്ലാത്തവർക്ക് പറ്റില്ല. ബായ് ബായ് പറഞ്ഞെങ്ങനെ ശരിയാ, തുടങ്ങാൻ പോണല്ലോ. അപ്പോൾ നമ്മുടെ ക്രാബ് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇത്രയ്ക്കാണുള്ളത്. ഇനി ഇതെന്താ ചെയ്യാൻ പോണേ? ഇനി ഇത് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് മസാല ഉണ്ടാക്കി ഇതിൽ ഇടാം. അപ്പോൾ തീ അധികം കത്തിച്ചു. ഇനി ഇതിലെന്ത് ചെയ്യാൻ പോണേ? കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇട്ടിട്ട് നമുക്കിതിനെ വേവിക്കാം. ബാക്കി ഒന്ന് കുറച്ച് ഇഞ്ചി ചതച്ചത്, ഇഞ്ചി ചതച്ചത് കൂടുതലിട്ടു, വെളുത്തുള്ളി കുറച്ചിട്ടു, പച്ചമുളക് അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞത് ഇടുന്നു. ഇത്ര ഇടാം. ഇനി സവാള ഇടുകയാണ്. ബാക്കി നമുക്ക് വഴറ്റിയെടുക്കാം. ഇത്ര ഇടാം. ഇനി കുറച്ച് സോൾട്ട്, രണ്ടിന് കുറച്ച് ഉപ്പുള്ളതുകൊണ്ടേ നമ്മൾ അധികം ഉപ്പിടണ്ട, കുറച്ചിട്ടു. എന്നിട്ട് ഇതിന് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇടാം. അതെ, കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് വഴറ്റണ സമയത്തും ഇടാം. കേട്ടോ. പിന്നെന്താ, സരിത് ഇടുമ്പോഴാണ് കൂടുതലൊന്നാവുക. ഇത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഈ പാത്രം AMC കുക്ക്വെയർ എന്ന് പറയും. ഇത് കുറച്ച് ഓയിൽ മതി, കുറച്ച് തീ മതി. നമുക്ക് ഇന്ധനവും ലാഭിക്കാം, ഓയിലും ലാഭിക്കാം. കൊളസ്ട്രോള്, പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല പാത്രമാണ്. കോസ്റ്റ്ലിയാണ് ഈ പാത്രം. ഈ ഒരു പാത്രത്തിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്. 25,000 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ ഇതിന്റെ കൂടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കുറേ ആക്സസറീസിന്റെ കൂടെ നമുക്ക് കിട്ടും. അതെന്താ പറയാ, മുട്ട ബോയിൽ ചെയ്യാം, അതിന്റെ കൂടെ തന്നെ ഗ്രേവി ഉണ്ടാക്കാം, എന്നിട്ട് അതിടാം. പിന്നെ സ്റ്റീമറായിട്ട് ഉപയോഗിക്കാം. വെള്ളം ഒന്നും ഒഴിക്കാണ്ട് വെറുതെ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കാം. നമ്മുടെ വീട്ടിൽ അടിയിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കും. ആ ഗ്രേവി ഉണ്ടാക്കുമ്പോഴാണ് മീതെ മുട്ട വേവുക. അതിന്റെ സ്റ്റീമിൽ വെറുതെ മുട്ട പുഴുങ്ങാനായിട്ട് അതിൽ 1 സ്പൂൺ വെള്ളം ഒഴിക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒരു മുട്ട വെച്ചിട്ട് അത് അടച്ചിട്ട് കൃത്യം 3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ അത് വെന്തിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഈ മുടി പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിലും പൊക്കമുള്ള മുടിയുണ്ട്, അത് വെച്ച് ഇപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കും. ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും, ഇടിയപ്പം ഉണ്ടാക്കും. മൾട്ടി പർപ്പസ് ആണ്, എല്ലാം ചെയ്യാം. മീൻ കറി ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. നമ്മള് കുട്ടികളൊക്കെ പണ്ട് വീട് കാണാൻ പോകുമ്പോൾ ഊട്ടുപാത്രങ്ങളൊക്കെ കൊടുക്കില്ലേ, ഞാൻ പറയാം അതിന് ഒരു ഇതൊക്കെ കൊടുത്താൽ മതി, നന്നായിരിക്കും, എല്ലാവർക്കും ഉപകാരമാവും. ഇത് ചേച്ചി വാങ്ങിയിട്ട് എത്ര വർഷമായിട്ടോ? ഇത് ഒരു 10-20 കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട്. 25,000 രൂപയോ? മോനൊക്കെ ജനിക്കുന്നേക്ക് മുമ്പ്, വസ്തുവൊക്കെ ജനിക്കുന്നേക്ക് മുമ്പുള്ളതാ. ഞാൻ മസ്കറ്റിൽ പോയപ്പോ ഉണ്ടായ പാത്രം അത് 20 വർഷം മുൻപ്. 23 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും. 23 കൊല്ലം മുൻപ്.
23 കൊല്ലം മുൻപ് 25,000 ഇതിന്റെ മൂടിക്കുന്നില്ല, മൂടി മസ്കറ്റിൽ വെച്ച് മറന്നുപോയി. തിരിച്ചു വന്നപ്പോ ഞങ്ങൾ മൂടി വേറെ വാങ്ങി, അതിന് 2,500 രൂപ. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ക്രാബ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞണ്ട്. ആ സമയം കൊണ്ട് മസാല ഉണ്ടാക്കാൻ പോവാണ്. മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ടു. പെപ്പർ കൂടുതലിടാം, എരിവ് നോക്കിയിട്ട് നമുക്ക് ഇടാം. പച്ചമുളകൊക്കെ ഉണ്ടല്ലോ. രണ്ട് കുഞ്ഞു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അപ്പൊ നമ്മള് പൊടികൾ ആവശ്യമുള്ള ഇവിടെ എടുത്തു വെക്കുകയാണ് കേട്ടോ, ഒറ്റടിക്ക് ഇടാൻ വേണ്ടിട്ട് അല്ലേ. നീ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്, അത് കുറച്ച് ഒരു കുഞ്ഞു സ്പൂൺ കൊണ്ട് ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. എല്ലാം ചേച്ചിയുടെ പാത്രങ്ങളൊക്കെ സ്റ്റീലല്ലേ. മല്ലിപ്പൊടി 2 സ്പൂൺ, 2 അല്ല അതിന് കൂടുതൽ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഗരം മസാലപ്പൊടി. ലാസ്റ്റ് കുറച്ചും കൂടെ നമ്മൾ ഇടും. ഒരു 3/4 സ്പൂൺ വേണമെങ്കിൽ എടുക്കാലോ. ഇതെല്ലാമേ ഇங்கே പോടാ. അയ്യോ, தமிழ் தெரியும் சப்ஸ்கிரைபர்ஸ் எல்லாம் இருக்கு. ചേട്ടനാണ് ഇവിടെ പൊടികളെല്ലാം കൂടി ചൂടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ചത്. അല്ലെങ്കിൽ ഓരോന്ന് ഇട്ടിട്ട് ഇതിൽ വരുമ്പോഴത്തേക്കും ആദ്യം ഇട്ട പൊടി കരിയും അല്ലേ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് എടുത്തു നമ്മള്. സരിതയ്ക്ക് ബുദ്ധിയുണ്ട്. കുറച്ച് നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അച്ഛൻ്റെ മോള് അല്ലേ. അതേസമയം അപ്പുറത്ത് ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തുണ്ടായിരുന്നില്ല അല്ലേ. ഇല്ല, തീരെ വെള്ളമില്ല. ഞണ്ടില് വെള്ളം ഉണ്ടല്ലോ. വെള്ളമുണ്ട്, ആ വെള്ളം മതി അല്ലേ. ഇതിങ്ങനെ ആയിക്കോട്ടെ. ഈ ഞണ്ടിൽ ശരിക്കും ജിഞ്ചറാണ് കൂടുതൽ വേണ്ട കേട്ടോ. ഇഞ്ചിയുടെ ഒരു ഫ്ലേവറാണ് കൂടുതൽ വേണ്ട. പിന്നെ ദഹിക്കാനൊക്കെ നല്ലതായിരുന്നു. അതെ, ചുമ വരുന്നുണ്ട്. ചുമക്കാതിങ്കോ അല്ലേ, ചുമക്കൂടാതെ. ചേട്ടൻ അണ്ണൻ്റെ അടുത്ത് അയ്യോ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ച് ചത്തു ദൈവമേ. ഞാനപ്പം അജു വരട്ടെ, അജു പറയട്ടെ എന്നാണ് എനിക്ക് കരച്ചിരിക്കാൻ വേണ്ടിട്ടേ. അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു. അണ്ണന് രാവിലെ ചായ കൊണ്ട് കൊടുത്തത്. അപ്പൊ അണ്ണൻ്റെ അടുത്ത് പശുക്കിർക്ക. അപ്പൊ അണ്ണൻ അപ്പൊ ചേട്ടൻ പശുക്കിർക്ക. അപ്പൊ അണ്ണൻ അയ്യോ. അപ്പൊ ചേട്ടൻ ചോദിക്ക വിശക്കുണ്ടോന്ന്. അപ്പൊ എന്താ പറയാ, വിശക്കുണ്ട്. അയ്യോ, അങ്ങേർക്ക് നന്നായിട്ട് മലയാളം അറിയാം. ആടെ തമിഴും കൂടി ആകും. സരിത പറയുന്നുണ്ട്, ചേട്ടൻ മലയാളത്തിൽ പറഞ്ഞോ, മലയാളം നേർക്ക് അറിയാലെന്ന് പറയുന്നുണ്ട്. അയ്യോ ചിരിച്ച് ചാവൂട്ടാ. രസമായിട്ടോ. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എത്ര നന്നായി ഞാൻ ആലോചിക്കും. ഞങ്ങൾക്ക് സന്തോഷിക്കില്ല. ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ പറയും. എല്ലാം പറയും, അതാണ് വേണ്ടത്. എല്ലാം പറയും ചേട്ടൻ. ഇത് നന്നായിട്ട് മൂക്കണം അല്ലേ. നന്നായിട്ട് മൂക്കണം. ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് വറുക്കണം. ശബ്ദം കേട്ടിട്ട് റീജ ചേച്ചിയാണെന്ന് തോന്നുന്നു. പിന്നെ എന്നിട്ട് പോലും എനിക്ക് മനസ്സിലായി. ദേ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബർ നമ്മളെ കാണാൻ വന്നിരിക്കുന്നു. നായരമ്പലത്തുകാരി. അതെ അതെ അതെ. എന്നാലും വന്നല്ലോ, നല്ല പൗഡറൊക്കെ ഇട്ട് സുന്ദരിയിട്ട് വന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ നിൽക്കുന്നോണ്ട് പൗഡർ ഒന്നും ഇട്ടില്ല. നാച്ചുറൽ കളറാണ്. സന്തോഷമായിട്ടാ വന്നില്ലേ. ഞാൻ അവിടെ പോയിട്ട് വന്നത്. ഇവിടെ തൊട്ടടുത്തല്ലേ വീട്. ഒരു സ്റ്റോപ്പേ ഉള്ളൂ. അയ്യോ, ഇതിലൊന്നും പറയില്ലട്ടാ. എടുക്കല്ലേ, എനിക്ക് പേടിയത്. എന്തിനാ പേടിക്കുന്നത്? അത് തന്നെ, കല്യാണത്തിന് പോയാലും ഇല്ലേ നിക്കില്ല. ഞാൻ കല്യാണത്തിൽ നിക്കണ്ട, ഇതില് നിക്കാലോ. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലല്ലേ വരുന്നേ. പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ. അപ്പൊ അങ്ങനെയല്ലേ. അതിപ്പോ കാണുമ്പോ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇവിടെ എത്തിയപ്പോ ഇവിടെ അടുത്താണല്ലോ ആളുടെ വീട്. അപ്പൊ അത് കാരണം ചേട്ടൻ ഫോൺ വിളിച്ചപ്പോ ആള് വന്നേക്കാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട്. ബിന്ദു ചേച്ചിയുടെ പരിചയമുണ്ട്. ഇവര് തമ്മിൽ പരിചയമുള്ളവരാ. അതെ അതെ അതെ, നല്ല പരിചയമാണ്. അടുക്കളയിലേക്ക് വരണ്ട. ഇത് ക്രാബ് ബിന്ദു ചേച്ചി സ്പെഷ്യൽ. ആള് ഭയങ്കര കുക്കല്ലേ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ആളെ കൊണ്ടുവരാൻ ചെയ്യണ്ടേ. ഇനി എന്താ ചേച്ചിയുടെ
എന്റെ ഈ വയസ്സാണ് എന്താന്ന് ചേച്ചിയുടെ എന്നാന്നല്ലേ കുക്കിംഗ് ആയോ ഇതിൽ പ്രായമൊന്നുമില്ല കേട്ടോ അല്ല പിന്നെ എപ്പോ പ്രായം വേണേലും ഉള്ളവർക്കടിയില്ല ആർക്കാണെങ്കിലും എന്റെ ചെയ്യാം. കൂടുതല്. അതെ അതെ ഇപ്പൊ എന്തിട്ടുണ്ടാക്കണത് ഇത് ക്രാബ് ക്രാബ് കണ്ടില്ലേ അത് ഇങ്ങനെ എടുത്തിട്ട് ആ മസാല മസാല ആ ചൂടാക്കിയ മസാല മുഴുവൻ ആ ക്രാബിൽ ചേർക്കാണ്. ഞാൻ ഓയില് കുറച്ചിട്ട് ചെയ്യാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി വഴറ്റുമ്പോൾ ഓയിൽ വേണം. ഓവനില്ല, അല്ലെങ്കിൽ നമുക്കതിൽ വഴറ്റായിരുന്നു. ഇതിപ്പോൾ ഇതിലിടുമ്പോൾ അല്ലെങ്കിൽ കുറേ ഓയിലാവില്ലേ മസാലയൊക്കെ മുപ്പിക്കുമ്പോൾ. അത് മറ്റേ കുറച്ച് ഓയിലിട്ടിട്ട് ചെയ്യാമെന്ന്. അതെ, ഇപ്പൊ നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഓയിലൊന്നും ഇട്ടിട്ടില്ല, പൊടികളൊക്കെ ചേർത്ത് അതെ അതെ അത് വേവട്ടെ. വെന്തുണ്ടാവില്ലേ? പെട്ടെന്നാവില്ല ഇത് പെട്ടെന്ന് ക്രാബിന് വേവില്ലല്ലോ, അധികം വേവില്ലല്ലോ. ഇതിലാവുമ്പോൾ പ്രത്യേകിച്ചും നമ്മളൊന്ന് ബോയിൽ ചെയ്തതും കൂടെ അല്ലേ, സിമ്മിലിട്ടേക്കാം. വീണ്ടും ഇതിൽ കുറച്ച് നമ്മൾ വലിയ അടുപ്പിൽ നിന്ന് വലിയ ബർണറിലാ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് തീ കുറവിൽ വെച്ചു കേട്ടോ. പൊടികളൊക്കെ ചേർത്തു. കുറച്ച് ഓയിൽ ഒഴിക്കാം. ആ സവാളയൊക്കെ ഇനി വഴറ്റാൻ പാകത്തിന് ഇതിലൊരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിടണം കേട്ടോ. ബാലൻസ് ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഈ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇടാം. കുറച്ച് കറിവേപ്പില എടുത്തോളൂ കുട്ടിയെ. കറിവേപ്പില ഇട്ടു. ഇതൊന്ന് ആയിട്ട് നമുക്ക് സവാള ഇടാം. ബാക്കി ഉണ്ടായിരുന്ന സവാള ഉണ്ടായില്ലേ, ആ സവാള ആഡ് ചെയ്തു. കുറച്ച് സവാള അരിഞ്ഞത് നമ്മൾ വേവിക്കണയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 2 സവാളയാണ് മൊത്തത്തിലേക്ക് എടുത്തിട്ടുള്ളത് അല്ലേ? ബാക്കിയുള്ളത് ഇപ്പോൾ ഇതിലിട്ടു. സെറ്റ് ആയില്ലെങ്കിൽ ശരിയാക്കും. ഇതൊക്കെ വീഡിയോ ഇടിക്കുന്ന ആളുടെ മിടുക്കാണ്, ഞങ്ങളുടെ മിടുക്കല്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു വയ്ക്കാന്ന്. എല്ലാം എടുത്തു വയ്ക്കണം അല്ലേ? എല്ലാം നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അയ്യോ, അതിലും സുന്ദരി ടി വിയിൽ കാണണേലും അത് മതി, അങ്ങനെ ഇട്ടാ മതി. ഇങ്ങോട്ട് വരല്ലേ പോലെ മേടിച്ചു നമ്മളിത് ഇവിടെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ സാജു ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് മാമ്പഴം ചെത്തി തരികയാണ്. അൽഫോൻസയാണോ? അൽഫോൻസ ഉണ്ട്, ഇമാപസന്ത് ഉണ്ട്, മറ്റേ അൽഫോൻസിന്റെ അണ്ടി മുളച്ചതല്ലേ അത് അൽഫോൻസയല്ലേ? അത് വേറെ മിക്സ് ആയി പോയി. മിക്സ് ആയിരിക്കും. വേറെ പരാഗണം നടക്കുമല്ലോ വേറെ ഇതായിട്ട്. മറ്റേ എന്താണ് കല്ലിയായിട്ട് കുറച്ച് ഇഷ്ടത്തിലായി അവര്. അങ്ങനെ കല്ലിട്ടിയായിട്ട് ഇഷ്ടത്തിലായി. കല്ലിട്ടി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്, വേറൊരു മാങ്ങയാണ്, അവരുടെ എണ്ണം തന്നെയാ. അപ്പൊ കല്ലിട്ടിയും അൽഫോൺസും തമ്മിൽ പ്രണയത്തിലായി. വേറൊരു സാധനം ജനിച്ചു. അത് ശരിക്കും മാങ്ങ വെച്ചാൽ മാങ്ങണ്ടിയുടെ ഷേപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള്, എന്ന പോലെ ഒരു ഗോഷ്ടിയൊക്കെ ആയിട്ടാ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫൈബർ കൂടുതലാണ് മൂപ്പർക്ക്. അതെ, 1 കിലോ ഒക്കെ ഉണ്ടാവും ഒരു മാങ്ങ. ഇതിപ്പോ ചെറുത് പൊട്ടിച്ച് വെക്കൊന്നും വേണ്ട, പുഴൊന്നും വരുന്നല്ലേ? അയ്യോ, പുഴുവൊക്കെ വരും മോളെ, ഭാഗ്യം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുക. അപ്പൊ അത് പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ അല്ലും ചേട്ടൻ ചെയ്യണ പോലെ പോവാണോ? അയ്യോ, ഇത് മാമ്പഴം ഉള്ള സാജുട്ടൻ മാമ്പഴം കഴിച്ചിട്ട് പോവാം. റീജ ചേച്ചി ഒരു സദ്യക്ക് പോയിട്ടാണ് വരണതേ. വായോ. അപ്പൊ ഇത് വാടിക്കൊണ്ടിരിക്കണേലേക്ക് 2 തക്കാളി അരിഞ്ഞത്, അതിലത്തെ പകുതി മുക്കാലിടാം. കാരണം ചിലപ്പോൾ പുളി കൂടുതലാണെങ്കിലേ കുറച്ചല്ലേ ഉള്ളൂ. ക്രാബ് കുറവല്ലേ, നോക്കിയിട്ടിടാം. ഒരു കൈപ്പയ്ക്ക സാലഡ് എനിക്ക് കുറേ നാളുകളായിട്ട് ബിന്ദു ചേച്ചി വോയിസ് ഇടുമ്പോൾ പറഞ്ഞു തരാറുണ്ട്. അത് ഉണ്ടാക്കി നോക്ക് കുട്ടി, നല്ല ടേസ്റ്റാണത്. സാജുവേട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. സാജുവേട്ടൻ ഗൾഫില് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ? അവിടെ അവരുണ്ടാക്കാറുള്ളതാണ്. ഒരു സാലഡാണ് കൈപ്പയ്ക്ക വെച്ചിട്ട്. അപ്പൊ അതിന്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പക്ഷെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ അതും കൂടി ഇതിന്റെ കൂടെ ചേച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, അതിന് വേണ്ടിയിട്ട് കൈപ്പയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യണ്ട, നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഒന്നും ചെയ്യാനില്ല, കുറച്ച് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യും. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് കേട്ടാ. എന്താ ചേട്ടാ, കറണ്ട് വന്നു കേട്ടോ. ഇവിടെ കറണ്ട് പോയേക്കായിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റും മഴയായിട്ട് കറണ്ട് പോയിരിക്കുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോണു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു.
അപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ കുറച്ചുകൂടി ഒരു പ്രകാശം ഇപ്പൊ കാണാൻ പറ്റും. സുരേഷ് കറണ്ട് ഗോപി പറഞ്ഞ വന്നതിന്റെ. പോലെ ഇതാ പോയി ദേ വന്നു എന്ന് പറഞ്ഞാൽ കറണ്ട് വരിക. ഇതിങ്ങനെ ഓയിലൊന്ന് പരത്തിയിട്ട് കുറച്ച് ഓയിലാക്കിയിട്ട് കുറച്ച് വേറെ ഒന്നും ഓയിലാക്കിയിട്ട് ചേർക്കണ്ട. ഒന്നും വേണ്ട. എന്നിട്ട് നമ്മളിത് ഓവനിൽ വെക്കാണ്. ഓവനിൽ അപ്പൊ ഓവനില്ലാത്തവര് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്ത് കോരണം. സാജുവേട്ടൻ പറയാണേ നമ്മുടെ വീഡിയോ വെച്ചിട്ടേ ആ വീഡിയോയിൽ നോക്കിയിട്ട് ബിന്ദു ചേച്ചി പറയുന്നു ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നു. സാജുവേട്ടൻ പറഞ്ഞു ബിന്ദു ചേച്ചിയുടെ അടുത്ത് മൊബൈലില് യൂട്യൂബ് ഒന്നും കാണണ്ട, ടിവിയിൽ കണ്ടാൽ മതി, കാരണം മൊബൈൽ ഇങ്ങനെ നോക്കണത് കണ്ണിന് കേടാണല്ലോ. പക്ഷെ പിന്നീട് ആൾക്ക് തോന്നി അങ്ങനെ പറയണ്ടായിരുന്നു, കാരണം ആൾക്ക് ടിവിയിലൊരു പരിപാടി കാണാൻ പറ്റില്ല. അതുപോലെ ഇത് ഇനി ഇതിലേക്ക് ആക്കാം. ചില സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ സംസാരം കേൾക്കുമ്പോ സാജുവേട്ടന് ബുദ്ധിമുട്ട് തോന്നുന്നു. വീട്ടിലിങ്ങനെ ഇല്ലല്ലേ. ഇനി അതെ ഇത് ഇതിലേക്ക് ഇടുക. ഇതിനി ഇതിലേക്ക് ആക്കാം. വഴന്നു വന്നില്ലേ? അത് ഇതിലേക്ക് ചേർക്കില്ലേ? ഇതിലേക്ക് ചേർക്കാം. ഒന്നില്ലെങ്കിൽ അത് ഇതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇത് അതിലേക്ക് ചേർക്കാം. ഇതിപ്പോ അതാണല്ലോ വലിയ പാത്രം. വലുത് മാത്രമല്ല, രണ്ടിനിങ്ങനെ എല്ലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ആ പാത്രം നശി. അത് വലിയ അടുപ്പിലേക്ക് മാറ്റി പെട്ടെന്നാവാൻ വേണ്ടിട്ടേ. ഇനി പെട്ടെന്നാവാൻ വേണ്ടിട്ട് വലിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടാ. അതെ, ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനി ഒന്ന് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇളക്കണം. ഫസ്റ്റ് ചില്ലി ഇടുകയാണ് കേട്ടോ. പെപ്പർ വേണമെങ്കിൽ ഇടാം, അതല്ല ഇങ്ങനെ ഇതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവും. നമ്മളുടെ ഓപ്ഷനാണ്. വേണ്ട പോലെ ഇടുക. അവിടെ നോക്കിയപ്പോ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പൊ തരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർക്കാം, അല്ലാത്തവർക്ക് ഈ ക്രഷ്ഡ് ചില്ലി ചേർക്കാം. ഇനി ഇത് ബ്ലാക്ക് കളർ ആവണ വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കണം. അതെ ചേട്ടേ, ഈ പാത്രം ഒരു 23 കൊല്ലം മുന്നേ വാങ്ങിയതാട്ടാ. അന്നത്തെ ഇതിന്റെ വില എത്രയെന്ന് പറയൂ? 25,000 രൂപ. ഈ പാത്രത്തിന് ആലോചിക്കേ. അപ്പൊ ഇപ്പോഴത്തെ 25 കൊല്ലം മുമ്പ് ഇത് മറ്റേ 25,000 രൂപ. അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ അന്ന് 2003 സരിതയുടെ കാര്യം പറയണ്ട, സ്വർണത്തിന്റെ വില പറഞ്ഞാൽ മതി. 1 ലക്ഷം രൂപയ്ക്ക് എത്ര പവൻ കിട്ടിയത്? 27.5 പവൻ. 27 പവൻ സ്വർണ്ണം കിട്ടിയത്. അപ്പൊ അതിന് 4 27 കാരണം 7 പവൻ സ്വർണത്തിന്റെ വിലയാണ് അന്ന് ഈ പാത്രത്തിന്. ഇപ്പൊ 7 പവൻ സ്വർണത്തിന്റെ വില 4,90,000 രൂപ. അത് 5 ലക്ഷം. ഇത് വിറ്റാ കിട്ടുമോ? കൊണ്ടുപോയി കടക്കാർ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവര് ഓടിച്ചാലായിരുന്നു. ഇത്രയ്ക്ക് സ്വർണത്തിന് വില വരുന്ന പറഞ്ഞാൽ അന്ന് ഓടിച്ചാലായിരുന്നു. ഈ പാത്രത്തിന്റെ വില 5 ലക്ഷം രൂപയാണ്. എന്റെ അമ്മയെ ഇപ്പോഴും വെച്ച് നോക്കാം, ഗോൾഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ ഭയങ്കര വെയിറ്റ് ആയി പാത്രം. ജർമ്മൻ ടെക്നോളജി. ജർമ്മൻ നമുക്ക് നമ്മുടെ കയ്യിലില്ലേ മറ്റേത് അതന്നെ. നമുക്ക് അറിയോ സ്വർണ്ണമായിട്ട് നമുക്ക് ബന്ധമുള്ള കാരണം സ്വർണ്ണമായിട്ട് ചെയ്യുമ്പോ അത് കമ്പയർ ചെയ്യും. വെച്ചിട്ടാ പറയാം. ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞാ ഇതൊക്കെ ഞാൻ വീഡിയോയിലാണ് കണ്ടിരുന്നത്. എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റി ഈ വർത്തമാനങ്ങളൊക്കെ. ഞാൻ സന്തോഷവതിയാണ് എന്തായാലും, വളരെ ബിന്ദു ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യം, അജുവിന്റെ ആ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റണേ, അങ്ങനെയൊക്കെ പറയോ? അപ്പൊ ഞാൻ അതൊന്നും നമുക്കറിയില്ല, ഇങ്ങനെ വരുന്നതാണ്, പറയാൻ പറ്റില്ല. ഉറങ്ങാൻ പറ്റില്ല. കാരണം ചിലവരൊക്കെ അന്നത്തെ ഈ സ്വർണ്ണത്തിന് വലിയ സമയത്ത് വീട് പണിയാനൊക്കെ ആയിട്ട് 4-3 കിലോ സ്വർണ്ണൊക്കെ വിറ്റ് വീട് പണിതുണ്ട്. സ്വർണ്ണപ്പണിക്കാര് കല്ലും മണ്ണും കട്ടി മിഷ്ടിയായിട്ട് ഒരു 1.5 കോടിയിലൊക്കെ ചെലവഴിച്ച് വീട് പണിതവരുണ്ട്. ഇപ്പൊ 1 കിലോ സ്വർണ്ണത്തിന് എന്ത് വരുന്നുണ്ട്? അതന്നെ എന്റെ അമ്മേ. പക്ഷെ ആ വീട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തുച്ഛമായിട്ടുള്ള 50 ലക്ഷം പോലും കിട്ടില്ല. സത്യം. മനസ്സിലായ സ്വർണത്തിന് ഇത്രയും വിലയാവുന്ന ആരും വിചാരിച്ചില്ലേ? അപ്പൊ അല്ല, അവര് അങ്ങനെയുള്ളവർക്കാണ് തലയ്ക്കും ശരിക്കും ഭ്രാന്ത് വരാം ബന്ധപ്പെട്ട്. ഉപ്പ് നോക്കാൻ കൊടുക്കാൻ മാത്രം കാരണമാണ്. ഇത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചത്. കയ്യില് ഭയങ്കര എരിവുണ്ടോ? അല്ല, എരിവല്ല, ചൂട്. ഇല്ല, അത് ഓർത്തിട്ടില്ല. കൈപ്പയ്ക്കായിരിക്കല്ലേ.
എത്ര സമയം വെക്കണം കൈപ്പയ്ക്ക? ഞാനിപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഞണ്ട് കഴിക്കാറൊന്നുമില്ല ചേട്ടാ. അതെ, നമ്മൾ ആ ഞണ്ടിന്റെ ഒരു വീഡിയോ മാത്രം ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ വീഡിയോ ആകെ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഒരു പറമ്പിൽ ഇരുന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. ചേർക്കാൻ നമ്മൾ ചെയ്തത് ഇതേപോലെ ഏകദേശം ഈ ഗണത്തിൽ തന്നെ ചെയ്തത്. കുടംപുളി ചേർക്കൂ? ചിലർ ചേർക്കുന്നു. പക്ഷെ എന്തെങ്കിലും പുളിയുള്ളത് ചേർത്താ പോരെ? മതി മതി മതി. അതെ, മതി. ഇതിനായിട്ടില്ല, ആവണുള്ളൂ. ഇനി ഇളക്കി ഇളക്കി ആയി വരണം. അജു കൂടെ വന്നേ. ഇമാമസന്ത് കഴിച്ചു നോക്കിയേ. മരത്തുമ്പോ ഉണ്ടായതാണോ അവിടെ നിന്ന് വാങ്ങിച്ചതാണോ ടേസ്റ്റ് കൂടുതല്? ഇത് തന്നെ ടേസ്റ്റ് ആയിരുന്നു. വാ, ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മറ്റേ അൽഫോൺസ വേറൊരു ഇതായത്. അൽഫോൺസക്ക് അവിഹിത ഗർഭത്തിലുണ്ടായത്. നമ്മുടെ കല്ലീട്ടിയായിട്ടുള്ള പ്രണയത്തിലുണ്ടായ കുട്ടി, കല്ലീട്ടിയായിട്ട് ക്രോസ്. അത് തരാട്ടാ. അല്ല ഞാനേ, അതല്ല, അത് ചെറിയ കഷ്ണായതുകൊണ്ടേ ഈ പൂള് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ. എന്റെ ശുദ്ധി മനസ്സിലാക്കിയില്ലല്ലോ, സങ്കടമുണ്ട്. ഞാൻ വലിയ പീസ് തരാൻ വേണ്ടിട്ടാ വെയിറ്റ് ചെയ്തത്. സൈതയ്ക്ക് ഞാൻ കൊടുക്കാം, കഴിക്കേ. സരിത നിന്നോളുന്ന അറിയാൻ ചേച്ചിക്ക്. സരിതയ്ക്ക് ക്ഷമയുണ്ടെന്ന് അറിയാം. സരിതയ്ക്ക് ക്ഷമയുണ്ട്. എന്താ പറയാ, ഭക്ഷണത്തിലെ ആനന്ദസാഗരത്തിന്റെ ആറാടിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞ ഒന്ന്. അല്ല, ഏതെങ്കിലും മോശമുണ്ടോ? നീ അൽഫോൺസ് ഹിമപസന്താണോ? അല്ല, ഇമാമസന്ത്. അതെ, അതാണ് പ്രണയം. പ്രളയത്തിന്റെ ഇപ്പൊ കഴിച്ചത്. ഇനി ഇതിട്ടാ അൽഫോൺസ്. അയ്യോ, ഇതിനെ രസം മുന്നതെയാ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര രസം. അതെ, ടേസ്റ്റ് കൂടുതല്. അജു ഇതുക്കി. സാധാരണ നല്ല ബുദ്ധിയുള്ള ആളും നല്ല സൗന്ദര്യമുള്ള ആളും കൂടി ചേർന്നിട്ടുണ്ടാവുന്നത് തനിമണ്ടതായിരിക്കും. ഇത് നല്ല സൗന്ദര്യം ടേസ്റ്റ് കൂടിയിട്ടുള്ള രണ്ടും കൂടി ചേർന്നിട്ട് അതിന് ഭയങ്കര ടേസ്റ്റ് പ്രധാനമായി. എങ്ങനെയുണ്ട് നോക്ക്. ഇതാണ് അൽഫോൺസ. ചേട്ടാ, ഞങ്ങളൊന്ന് ശ്വാസം വിടട്ടെ. ഇതിങ്ങനെ പിന്നാലെ ഓരോന്ന് തരല്ലേ. ആള് ചായ ആയിക്കട്ടെ ചോദിക്കുക സാജു ഏട്ടൻ. അൽഫോൺസ കേട്ടാ, അൽഫോൺസ. റെസ്റ്റ് ചെയ്തത്. ഇത് കൊണ്ടുപോ, മാങ്ങ കൊണ്ടുപോ. ഇതിന്നും കഴിക്കേ. മൂന്ന് ടൈപ്പാണ് കേട്ടോ. ഒന്ന് വേറെ, ഇത് വേറെ, ഇത് വേറെ. ഇത് ഇമാമസന്ത്. ഇത് അൽഫോൺസയും കല്ലേട്ടിയും പ്രണയത്തിലായത്. ഇത് ഒറിജിനൽ അൽഫോൺസ ആണോ? ഇമാമസന്താണോ? മോനെ, ഇത് അച്ഛനെ കൊടുക്ക്. ഇങ്ങനെ ഏത് സബ്സ്ക്രൈബ് ചെയ്യും? അതെ, ഇങ്ങനെ കണ്ട. വലിയൊരു പണി തന്നുണ്ട്. ഫോട്ടോഗ്രാഫർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫർക്കും കൊടുക്കുന്നുണ്ട്. ഇതിന് കൊടുത്തില്ല. എന്ത് സാധനം ഞാൻ ആദ്യം ഇതിനാ കൊടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് സമയം നോക്കും അവനെല്ലാം കുഴപ്പമുണ്ടോ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇവര് കഴിക്കുക. എന്നിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അത്രയും സ്നേഹമാണ് ഇതിന്റെ അടുത്ത്. ഇതുപോലൊരു സ്നേഹം ഒരാൾക്കും ഉണ്ടാവില്ല. അതെ, കണ്ട. അങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ട് നിൽക്കുക. നീ ഇവര് രണ്ടുപേരും കണ്ട. ആ തണുപ്പോടുകൂടി കഴിയുമ്പോൾ ടേസ്റ്റ് അല്ലേ? നല്ല സുഖമുണ്ട്. ഐസ്ക്രീം എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒന്നും വേണ്ട, നമ്മുടെ മാങ്ങ കൊടുത്താൽ മതി അവർക്ക്. പ്രത്യേകിച്ച് മഴയല്ലേ. പിന്നെ ജഗ്ഗുനും ചെറുതായിട്ട് ജലദോഷം പോലെ ഉണ്ട്. ഇതിനും അതെ. ഇനിയൊന്ന് നോക്കിയോളെ. ഏതാണ്ടായിട്ടുണ്ട് ടേസ്റ്റും. ഇതിന്റെ കളർ കണ്ട മാറി മാറി വരുന്നേ. കളർ മാറി വന്നു തുടങ്ങി. കണ്ട, ഡാർക്ക് കളറായി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഗ്രേവി ടൈപ്പ് ആക്കണം എന്നുള്ളവർക്ക് നാളികേരപ്പാലോ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചോ ഇതിനെ ഗ്രേവി ടൈപ്പ് ആക്കി അങ്ങനെ ഉപയോഗിക്കാം. അപ്പത്തിന്റെ കൂടെയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതല്ല ഈ പറഞ്ഞ പോലെ ഇത് തന്നെ ഇരുന്ന് കഴിക്കണം, സമാധാനമായിട്ട് ക്ഷമയോടെ. ഒരു കൈ കൊണ്ട് പറ്റില്ല കേട്ടോ, രണ്ട് കൈ ഉപയോഗിച്ച് കഴിക്കണം. അപ്പോഴേ അത് ആസ്വദിക്കാൻ പറ്റുക. നോട്ടി കഴിക്കൂ. ഇതായത് കാരണം വായ പൊളിച്ചാ വരണേ. ഇപ്പൊ പൊട്ടാമസിന്റെ പോലെ ഇതിന് ഭയങ്കര ഇതുണ്ട്, ഫൈബർ ഉണ്ട്. അത് കാരണം പീസസ്. അതാണ് ജൂനിയർ ആദ്യത്തെ പീസ് കൊടുക്കാണ്ടേ മറ്റേത് വെയിറ്റ് ചെയ്തത്. പുള്ളി പറയാൻ കയ്യിൽ നിന്നിട്ട് തരണില്ലല്ലോ ഈശ്വര. നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തിട്ട് അടച്ചു. ഞാൻ കുറച്ച് മല്ലിയില
ഓപ്ഷനിലാണ്. താല്പര്യമുള്ളവർ, ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഉപയോഗിക്കുക. ഒന്ന് സുന്ദരിയാക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കൈപ്പക്കായ ഓവനിൽ വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ആവാനായിട്ട്, അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് സാലഡാണ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ആദ്യം സവാള 2 എണ്ണം. 2 സവാളയുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. സവാള ഒന്ന് നമുക്ക് ഇങ്ങനെ വിടർത്തി എടുക്കണം, എന്നിട്ട് ഇതൊക്കെ ഇടാം. ഫ്രൈ ആക്കണേല് അത് എല്ലാത്തിനും കൂടെ ഉള്ള സോൾട്ടാണ് ഇടുന്നത്. പോരെങ്കിൽ നമുക്ക് ഇനി ഇടാം. അപ്പൊ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിനെ ഒന്ന് വിടർത്താണ് കേട്ടോ. ചിലത് ഇങ്ങനെ. അത് കൂടാതെ ഷുഗർ ഉണ്ട്. ചേച്ചി എല്ലാത്തിലും ഷുഗർ അല്ല, ഇത് ആവശ്യമാണ്. ഇതിലൊന്നും ഇട്ടില്ലല്ലോ നമ്മള്, അതിലൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ആവശ്യം വരുന്നതിനേക്കാൾ നമ്മൾ ഇടും. ക്രാബിനൊന്നും ഇട്ടില്ലേ. ക്രാബൊക്കെ ഓൾറെഡി ഇത്തിരി സ്വീറ്റ് ആണ്. പിന്നെ സവാളയൊക്കെ കൂടുതൽ വരുമ്പോൾ അത് ഇതാവും. കുറച്ച് വിനീഗർ. ഈ കൈപ്പക്കയുടെ കയ്പ്പ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളിയും വിനീഗറൊക്കെ ആഡ് ചെയ്യണത്. ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ വിടർന്നാ തക്കാളി. ഇനി ഇടണതൊക്കെ അധികം തിരുമ്മാൻ പറ്റില്ല, തിരുമരുത്. അത് തക്കാളി അരിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ അരി കളഞ്ഞിട്ടാണ് ഇത് അരിഞ്ഞിട്ട് ഫ്ലഷ് മാറ്റിയിട്ട് അതിന്റെ അടുത്തത്. ഫ്ലഷ് ഭയങ്കര വാട്ടർ കണ്ടന്റ് കൂടും. ഇനി അതൊന്ന് പതിയെ മിക്സ് ചെയ്തോ, തിരുമ്പണ്ട. അങ്ങനെ പച്ചമുളക് ഇട്ടു, ഇനി തക്കാളി ഇട്ടു, മല്ലിയില ഇനി മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് ആക്കി വെച്ചാൽ മതി. ഇനി മറ്റേത് ഇട്ടിട്ട് നമ്മൾ കൈ ഉപയോഗിക്കണം, നെയ്യില്ല, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ അത് പൊടിയില്ല, കൈപ്പയ്ക്ക പൊടിയില്ല. അപ്പം നമ്മളൊരു 10-25 മിനിറ്റോളം സമയം ആയിട്ടുണ്ട് കൈപ്പക്കായ അരിഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. വെറുതെ ഓയിൽ മാത്രം മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓയിൽ ഇട്ടിട്ടില്ല, ഓയിൽ ഇട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായത് കണ്ട. അപ്പോൾ ഓവൻ ഇല്ലാത്തവ വിഷമിക്കണ്ട, വെറുതെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ക്രിസ്പി ശബ്ദം ഇങ്ങനെ കിട്ടണം നമുക്ക്. ശബ്ദം. ഇനി ഇത് നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുന്നു. ഒരു വെറൈറ്റി സാലഡ് അല്ലേ? അതെ. കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടാവും. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതെന്താ വറുക്കുന്നതിൽ ഉപ്പ് ചേർക്കാത്ത? ഏത് കയ്പ്പയ്ക്ക വെള്ളം ഇറങ്ങില്ലേ, അപ്പോൾ വറുത്ത് കിട്ടാൻ സമയം എടുക്കും. ഉപ്പിടുമ്പോൾ വെള്ളം വരുമല്ലോ, അതാ. അപ്പോൾ ഉപ്പ് ഇതിലേക്ക് ഈ സാലഡിൽ പിടിക്കും. അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മറ്റേതിൻ്റെ ഉപ്പ് നമ്മൾ നോക്കണം. നേരത്തെ ഇട്ടതിൻ്റെ ഉപ്പ് നോക്കിയിരുന്നോ? ഇല്ല, ഞാൻ നോക്കിയില്ല അല്ലേ? അപ്പോൾ ഇപ്പം നോക്കാം. നോക്കിയിട്ട് ഉപ്പ് ഇതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവ്, ഉപ്പ് എല്ലാം നോക്കണം. പുളി, അപ്പോഴാണല്ലോ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് അറിയാണ്ടിരിക്കുക. സരിത ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് കഴിച്ചു. ചൂടുണ്ടോ നോക്കാൻ. അതില്ല, മറ്റേ തണുപ്പിൽ അങ്ങ് പൊക്കോളും. ഉപ്പൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? അയ്യോ, എന്തൊരു ടേസ്റ്റാ! അടിപൊളി. എനിക്ക് സമാധാനമായത് ഇപ്പോഴാണ്. ഫൈനൽ സംഭവം ടേസ്റ്റായി. ഇതുവരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടമായി. ലാസ്റ്റ് ഉണ്ടാക്കിയ സംഭവമാണ് ഈ കൈപ്പയ്ക്ക സലാഡ്. അതും അവർക്ക് ഇഷ്ടമായി എന്ന് പറയണു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ എന്തുണ്ടാക്കിയാലും അത് കഴിക്കുന്നവർക്കത് ആസ്വാദ്യകരവും എന്താ പറയുക, വയറിന് സുഖവും കിട്ടുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കൊരു പ്രത്യേക സന്തോഷമാണ്. ആ ഒരു ഫീലിംഗ് എനിക്ക് ഇവരിൽ നിന്നും കിട്ടി. സന്തോഷമായി. ജ്യൂസ് വേൾഡ് നായരമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ വന്നിട്ട് ഇതെല്ലാം ആസ്വദിച്ച് പോകുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം. സരിത, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, ഒന്നും പറയാനില്ല. ഞാൻ അത് കുറച്ചുകൂടി കഴിക്കട്ടെ. അജുവിനെ വിളിക്കാം. അജു എഡിറ്റിങ്ങിലായിരുന്നു, ഞാൻ വിളിച്ചുകൊണ്ട് വരണുണ്ട്. അജു പറയുമ്പോഴാണ് നമുക്ക് ആ മിന്നിച്ചു എന്നുള്ളത് കേൾക്കണ്ടേ. അജു വാ. അതാ, ഇതാണ് സലാഡിൻ്റെ ഫൈനൽ സെറ്റപ്പ്. ഇത് ഞാൻ തരാം കേട്ടോ. കൈ തരാം, സ്പൂണിലെടുക്കണ്ടേ.
സാജുട്ടാ ജഗ്ഗു എവിടെയാ? ഭയങ്കര ഇഷ്ടമായിരുന്നത് സാജുട്ടാ. നോക്ക് സരിതയ്ക്ക് ജഗ്ഗു ഇന്നെന്നാ മിന്നിച്ചു എന്ന് പറയും. വാ 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 സാജുവേട്ടനെ കഴിച്ചു. ഞാൻ പറഞ്ഞു എന്തൊരു ടേസ്റ്റാ. ജഗ്ഗുവാണ് കൈപ്പക്കായുടെ ആള്. അതെ ജഗ്ഗു കഴിച്ചിട്ട് എന്താ ജഗ്ഗുനുണ്ടേ. മോൻ കഴിക്കേ. കണ്ട ഇനി ജഗ്ഗുന് ഉണ്ടാക്കി കൊടുക്കാലോ. ഓ ജഗ്ഗുന്റെ മുഖത്തെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. എങ്ങനെയുണ്ട് മോനെ? തരാ 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 തരാ. കണ്ട അതേ കയ്യിൽ നിന്ന് കിട്ടണു ജഗ്ഗു. ജഗ്ഗു കയ്യിൽ നിന്ന് കിട്ടണു. ആ പാഴ്സൽ തരാം. രണ്ടും ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പോ ജഗ്ഗു ദേ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുന്നു ബിന്ദു ചേച്ചിയുടെ കയ്യിൽ നിന്ന്. കഴിക്കട്ടെ, സന്തോഷമായി. ഇതൊക്കെ പാഴ്സൽ ചെയ്ത് തരാം കേട്ടാ. സന്തോഷമായി, ജഗ്ഗുവിനും കൂടി ഇഷ്ടമായി. ചിലപ്പോൾ അയ്യോ ഞണ്ടിന്റെ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കാണ് കേട്ടോ ഞാൻ. അതില് മീറ്റ് ഉണ്ടാവും. മറ്റേ നമ്മള് കാലൊക്കെ പൊട്ടിച്ചപ്പോഴേ പൊട്ടിച്ചിട്ടുണ്ട്. കിട്ടിയാ എങ്ങനെയുണ്ട്? സൂപ്പറായല്ലേ? ഞാൻ ഒന്ന് പാക്ക് ചെയ്യട്ടെ. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് തരാമെന്നാണ് ബിന്ദു ചേച്ചി പറയണത്. ചേട്ടാ ടേസ്റ്റ് നോക്കിയേ എൻ്റെ ഗ്രേവി. പിന്നെ അതുപോലെ ഇതും പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയാൽ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണിത്. പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റ്. അവിടുത്തെ ബ്രെഡ് ഇവിടെ തൊട്ടടുത്തുള്ള ഏത് ബേക്കറിയാ? ഇന്ത്യൻ ബേക്കറി എന്നിട്ടൊരു ബേക്കറി ഉണ്ട്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രെഡാണ് ഇത്രത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അനിലചേട്ടനും ചെറിയേട്ടനും എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് കുറേ വാങ്ങി വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മളിനി പാക്ക് ചെയ്ത് നമുക്ക് തരും. നമ്മളിനി വീട്ടിലേക്ക് പോകും. ഞാനിത് ഇവർക്ക് കൊടുത്തയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇവിടെ അനിലേട്ടനൊക്കെ ഉണ്ടല്ലോ ഇവരുടെ വീട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കട്ടെ. സീമേച്ചിയും ചെറിയേട്ടനും എല്ലാവരും ആരൊക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോ രാത്രിയാവും. പക്ഷെ കുഴപ്പമില്ല, നാളെ അപ്പൊ നാളെ ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇനി ഇതിന്റെ ഫൈനലി ഞാൻ കാണിച്ചു തരാം. ഇതിലിട്ടിട്ട് കുറച്ചെങ്കിലും ഇവിടെ വയ്ക്കി വസ്തുവിന് കൊടുക്കാൻ. അവനൊന്നും താല്പര്യമില്ല മോളെ. ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുമല്ലോ ഈ സാധനമൊക്കെ. 2 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. ഇതിങ്ങനെ വെക്കും. അത് മറ്റേ ക്ലിങ് പേപ്പർ ഇടാ സാജുട്ടാ. ഫൈനൽ അജുസ് വേൾഡിന് ഞങ്ങൾ സന്തോഷം സ്നേഹത്തോടെ കൊടുക്കുന്നു. വരൂ സരിത. സ്നേഹോപഹാരം. അതെ. ഇനി ജഗ്ഗുവിന് ഇത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ജഗ്ഗുവിന് അപ്പോൾ ഇത് ജഗ്ഗുവിന് എല്ലാവർക്കും ഇഷ്ടമായി. അല്ല ജഗ്ഗുവിന് കൈപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് അജുവിൻ്റെ കയ്യിൽ കൊടുക്കട്ടെ. അജു പറഞ്ഞില്ലേ ഇനി ഒന്നും കഴിക്കില്ലാന്ന്. വീടെത്തണ വരെ ഒന്നും കഴിക്കില്ല അല്ലേ? അതെ. സലാഡ് ഓൺ ബിഹാഫ് ഓഫ് ജിഗ്ഗു. ജിഗ്ഗുവിന് വേണ്ടി അച്ഛൻ